ഹായ് വെൽക്കം, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നൊരു പപ്പടം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ പപ്പടം മെഴുക്ക് പുരട്ടി കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ഞാനൊരു 4-5 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ, ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ ഒരു 10-20 ചെറുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 3-4 കറിവേപ്പില. ഇത്ര സാധനങ്ങൾ മതി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ പപ്പടം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പപ്പടം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതങ്ങനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ എടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ മതി, ബാക്കിയുള്ള എണ്ണ മാറ്റി വെക്കാം. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക്, എരിവ് അത്യാവശ്യം കഴിക്കുന്നവർക്ക് അധികം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. നമ്മൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഡ്രൈ ആക്കാതെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ചൂടാക്കാം. അത്യാവശ്യം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പപ്പടം ഒന്ന് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മുടെ പപ്പടം മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി. ഓക്കെ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.